മരണം ഒരിക്കലും ഒഴിവാക്കാനാവാത്ത യാഥാർത്ഥ്യം. മനുഷ്യജീവിതത്തിൽ നിഷേധിക്കാനാവാത്ത രണ്ട് സത്യങ്ങളേ ഉള്ളൂ: അമ്മ, മരണം. ഇത് രണ്ടും ഒരു തരത്തിലും നിഷേധിക്കാൻ കഴിയില്ല. ശാസ്ത്രം എന്നും അന്വേഷിച്ച, ഇന്നും അന്വേഷിക്കുന്ന, ഇനിയും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന മരണമെന്ന പ്രതിഭാസത്തിൻ്റെ സയൻസ് എന്താണ്? നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ഇന്ന് തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ജീവൻ. ജനനം പോലെ തന്നെ പ്രകൃതിയിലെ ഏറ്റവും സ്വാഭാവികമായ ഒന്നാണ് മരണം. പക്ഷേ ശാസ്ത്രത്തിന് മരണം എന്നത് വെറുമൊരു നിമിഷമല്ല, അതൊരു പ്രക്രിയയാണ്. എന്താണ് ശരിക്കും മരണസമയത്ത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? ശാസ്ത്രം ഇതിനെ എങ്ങനെ കാണുന്നു? നമുക്ക് നോക്കാം. മെഡിക്കൽ സയൻസ് രണ്ട് രീതിയിലാണ് മരണത്തെ കാണുന്നത്. ഒന്ന് ക്ലിനിക്കൽ മരണം, പിന്നൊന്ന് ബയോളജിക്കൽ മരണം. ക്ലിനിക്കൽ ഡെത്ത് എന്നാൽ ഒരു പരിധിവരെ റിവേഴ്സിബിളാണ്, അതായത് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഹൃദയാഘാതം വന്ന് ബോധം നിലച്ച, ഹൃദയമിടിപ്പ് നിലച്ച ഒരു വ്യക്തിക്ക് CPR കൊടുത്തും ഡീഫിബ്രിലേറ്റർ ഷോക്ക് കൊടുത്തുമൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഏതാണ്ട് മരിച്ചു കഴിഞ്ഞ, അല്ലെങ്കിൽ മരണത്തിൻ്റെ തൊട്ടടുത്തെത്തിയ അവസ്ഥയാണിത്. പാമ്പ് കടിച്ചവർ, അപകടത്തിൽപ്പെട്ടവർ, ഹൃദയാഘാതം വന്നവർ, അങ്ങനെയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് വേണ്ട ചികിത്സ കൊടുത്താൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അവർ കടന്നു പോകുന്ന അവസ്ഥയാണ് ക്ലിനിക്കൽ ഡെത്ത്. എന്നാൽ ബയോളജിക്കൽ ഡെത്ത് അങ്ങനെയല്ല. ഹൃദയം നിലച്ച് രക്തയോട്ടം നിലയ്ക്കുമ്പോൾ ഓക്സിജൻ ലഭിക്കാതെ തലച്ചോറിലെ സെല്ലുകൾ അതിവേഗം നശിക്കാൻ തുടങ്ങും. ഈ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാനാവില്ല. ഇതാണ് ബയോളജിക്കൽ ഡെത്ത്. ഒക്കെ ശരി, അനിവാര്യമാണെന്നറിയാമെങ്കിലും ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല. മനുഷ്യൻ ഏറ്റവും അധികം ചിന്തിച്ചിട്ടുള്ളത് മരണത്തെ എങ്ങനെ തടയാം എന്നാണ്. മരണത്തെക്കുറിച്ച് സയൻസിന് കൃത്യമായ ഒരു ധാരണയുണ്ട്. അമരത്വം എന്നത് മനുഷ്യൻ്റെ വലിയൊരു സ്വപ്നമാണെങ്കിലും നമ്മുടെ ജീവശാസ്ത്രപരമായ ഘടന അതിനനുവദിക്കുന്നില്ല. മരണത്തെ തടയാൻ പറ്റില്ലെന്നുറപ്പായപ്പോൾ മരണത്തിൻ്റെ ആഘാതം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതായി മനുഷ്യൻ്റെ ചിന്ത. ശരിക്കും നമ്മുടെ മരണം നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ചുരുങ്ങിയ 3-4 പേരെയെങ്കിലും വളരെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത കുടുംബാംഗങ്ങളെ, അവർക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളെ അവർ സ്വയം തരണം ചെയ്ത് മുന്നേറും. പക്ഷേ അതിൻ്റെ ഒപ്പം കുടുംബത്തെ ദീർഘകാലത്തോളം ബാധിക്കുന്ന ഒന്നാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. പ്രത്യേകിച്ചും മരിച്ച വ്യക്തി ആ കുടുംബത്തിലെ സമ്പാദിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊഴിവാക്കാനുള്ള കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ പറയാം. നമ്മളിലെങ്കിലും കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ മുന്നിലുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയാണ് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളത്. ഇവിടെ കവറേജായി ലഭിക്കുന്ന 2 കോടി രൂപ പോലുള്ള വലിയ സംഖ്യ കുടുംബത്തിന് വർഷങ്ങളോളം ഒരു കൈത്താങ്ങായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ ചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ നിങ്ങൾ കൊഴിച്ചുകൂടാനാത്ത ചെലവുകൾ നിങ്ങളില്ലെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ നടന്നുപോയിക്കൊള്ളും. മാസം 400-500 രൂപ പോലുള്ള ചെറിയ പൈസയേ വരുന്നുള്ളൂ. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയാൽ അത്തരത്തിൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ ടേം പ്ലാനുകളിൽ നിന്ന് നിങ്ങൾക്ക് യോജിച്ച പ്ലാൻ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വയസ്സും ആരോഗ്യവും വരുമാനവും ഒക്കെ അനുസരിച്ചാണ് കമ്പനി ടേം പ്ലാൻ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസം വരാം എന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് കുറഞ്ഞ ചെലവിൽ, അതായത് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ 30-50% വരെ കുറഞ്ഞ പൈസയ്ക്ക് ഇന്ത്യയിൽ ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കാം. മരണം എപ്പോൾ വരുമെന്നോ, എന്തെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്നോ, അതിനെങ്ങനെ തയ്യാറായി ഇരിക്കാൻ കഴിയുമെന്നോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അപ്രതീക്ഷിതമായി വന്നാൽ നമ്മുടെ കുടുംബത്തെ അത് ബാധിക്കാതിരിക്കാൻ ഒരു ചെറിയ തുക നമ്മൾ മുൻകൂറായി മാറ്റിവെക്കുകയാണ്. ഇതുമൂലം വർഷങ്ങളോളമുള്ള സുരക്ഷയും സമാധാനവുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും അവഗണിക്കരുത്. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വയ്ക്കുക. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി നിങ്ങളുടെ യോഗ്യത, പ്രീമിയം എത്രയൊക്കെ ആവും എന്നൊക്കെ പരിശോധിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇപ്പോൾ 15% വരെയൊക്കെ ഡിസ്കൗണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. കോശങ്ങൾ വിഭജിക്കപ്പെട്ടാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്.
പുതിയ കോശങ്ങൾ അഥവാ സെല്ലുകൾ ഉണ്ടാകുമ്പോൾ പഴയവ നശിക്കും. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കോശവിഭജനം നടക്കുന്നത് പല വേഗതയിലാണ്. ഇങ്ങനെ കോശവിഭജനം സംഭവിക്കുമ്പോൾ അതിൽ നിർണായക റോൾ എടുക്കുന്ന DNA ഇഴകളുടെ അഗ്രത്തുള്ള ടെലോമിയർ എന്നൊരു ഭാഗമുണ്ട്. ഓരോ തവണ സെൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോഴും ഈ ടെലോമിയറുകൾ ചെറുതായി വരും. ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ടെലോമിയറുകൾ തേഞ്ഞ് ക്ഷീണിച്ച് കോശവിഭജനം മന്ദഗതിയിലാകും. പുതിയ കോശങ്ങൾ ഉണ്ടാകാതിരിക്കുമ്പോൾ അവയവങ്ങളുടെ പ്രവർത്തനം കുറയും. അതാണ് വാർദ്ധക്യം. അങ്ങനെ ഒരു ദിവസം ഈ ടെലോമിയറുകൾ പൂർണ്ണമായി ഇല്ലാതാകുമ്പോൾ അവയവങ്ങൾ നിശ്ചലമാകും. ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാനുള്ള കഴിവ് പൂർണ്ണമായും ഇല്ലാതായി ഹൃദയം നിലയ്ക്കും. കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ നിലയ്ക്കും. അങ്ങനെ മരണത്തിൻ്റെ നിത്യതയിലേക്ക് നാം ആനയിക്കപ്പെടും. അതുപോലെ തെർമോഡൈനാമിക്സിൽ എൻട്രോപ്പി എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരു വസ്തു ചൂടാക്കുമ്പോഴും എന്ത് പ്രവൃത്തി നടക്കുമ്പോഴും അതിൽ ഘടനാപരമായ ചില മാറ്റങ്ങൾ സംഭവിക്കും. അത് ക്രമരഹിതമായിരിക്കും. ഇത് റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണത്തിന്, കീറിയിട്ട പേപ്പർ കഷ്ണങ്ങൾ എത്ര ശ്രമിച്ചാലും പഴയ പേപ്പറാക്കി മാറ്റാൻ കഴിയുമോ? അതിന് ശ്രമിക്കും തോറും കൂടുതൽ കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടേയിരിക്കും. ഈ പ്രതിഭാസമാണ് എൻട്രോപ്പി. അലങ്കോലങ്ങളുടെ സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രപഞ്ചത്തിൻ്റെ എൻട്രോപ്പി എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കുറയുന്ന പ്രശ്നമേയില്ല. നമ്മുടെ ശരീരത്തിനും ഒരു എൻട്രോപ്പിയുണ്ട്. കാലം ചെല്ലുന്തോറും ഈ എൻട്രോപ്പി കൂടിക്കൂടി ഒരു ഘട്ടമെത്തുമ്പോൾ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ സെല്ലുകൾ ആകെ അലങ്കോലമാകും. ഈ അവസ്ഥയിൽ കോശങ്ങൾക്കും അവയവങ്ങൾക്കും വർക്ക് ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് അവർ പണിയെങ്ങ് നിർത്തും. അതാണ് മരണം. വേറൊരു ഘടകം ഫ്രീ റാഡിക്കലുകളുടെ ആധിക്യം മൂലം സെല്ലുകളുടെ പ്രവർത്തനം കുറയുന്നതാണ്. എന്താണ് ഫ്രീ റാഡിക്കൽ? ഏതൊരു വസ്തുവും പോലെ നമ്മുടെ ശരീരവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ ആറ്റങ്ങളാണ്. ഈ ആറ്റങ്ങൾ ചേർന്നാണ് മോളിക്യൂൾ അഥവാ തന്മാത്രകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ തന്മാത്രകൾ ഉണ്ടാകുമ്പോൾ ആറ്റങ്ങളുടെ പുറം ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവ ചേരുന്നതാണല്ലോ ആറ്റം. അതിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റി ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കും. ഈ ഇലക്ട്രോണുകൾ, അതിലെ ഏറ്റവും പുറംപാളിയിലുള്ള ഇലക്ട്രോണുകൾ അഥവാ വാലൻസ് ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യപ്പെട്ട് പെയറായിട്ടാണ് ഉണ്ടാവുക. എന്നാൽ ചില തന്മാത്രകളിൽ ഇങ്ങനെയുള്ള പെയർ സ്വഭാവം ഇല്ലാതാകുന്ന ഒരവസ്ഥയുണ്ടാകും. ഇതാണ് ഫ്രീ റാഡിക്കലുകൾ. ഈ ഫ്രീ റാഡിക്കലുകൾ പെയറിന് വേണ്ടി ദാഹിച്ചുകൊണ്ടേയിരിക്കുകയും അടുത്തുള്ള ആരോഗ്യമുള്ള കോശങ്ങളിലെ നല്ല പെയറുകളിൽ നിന്ന് ഇലക്ട്രോണുകളെ തട്ടിയെടുക്കുകയും അവയെ ഫ്രീ റാഡിക്കലുകളാക്കുകയും ചെയ്യും. നല്ല ഒരു കൂട്ടായ്മയിൽ വെടക്കായ ഒരുവൻ വന്നു കയറിയാൽ എല്ലാവരെയും നശിപ്പിക്കുന്നത് പോലെ കോശങ്ങളിലേക്ക് ആവശ്യമായ എനർജി ഉണ്ടാക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ അവയെ ശരീരത്തിന് തന്നെ കൈകാര്യം ചെയ്യാവുന്ന അവസ്ഥയിലായിരിക്കും. എന്നാൽ കാലങ്ങളോളം തുടരുന്ന ഈ കെമിക്കൽ റിയാക്ഷനുകളുടെ ഫലമായിട്ട് കുമിഞ്ഞു കൂടുന്ന ഫ്രീ റാഡിക്കലുകൾ കോശങ്ങളെ പതുക്കെ സ്ലോയാക്കും, ക്രമേണ നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് വാർദ്ധക്യവും മരണവും. ഇതിന് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നാണ് പറയുക. ഇതിൻ്റെ ഫലമായി സ്കിന്നിൽ ചുളിവുകൾ വീഴും, ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, പ്രഷർ ഒക്കെ ഉണ്ടാകും. പുതിയ കാറുകൾ കുറേ കാലം വർക്ക് ചെയ്യുമ്പോൾ പുക കൂടി പെർഫോമൻസ് കുറയുന്നത് പോലെ തന്നെ എൻജിൻ എനർജി ഉണ്ടാക്കുമ്പോഴുള്ള കാർബൺ എൻജിനിൽ അടിഞ്ഞുകൂടിയാണല്ലോ പെർഫോമൻസ് കുറയുന്നത്. അങ്ങനെ നല്ല കോശങ്ങളിലെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാതെ ഫ്രീ റാഡിക്കലുകൾക്ക് ആവശ്യമായ ഇലക്ട്രോണുകൾ പുറത്തുനിന്ന് സപ്ലിമെൻ്റ് ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ കഴിച്ചാൽ ഒരു പരിധിവരെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയും. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, വാൾനട്ട്, ബദാം എന്നിവയിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. ഇവ ശീലമാക്കിയാൽ പ്രായമേറുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. ജങ്ക് ഫുഡുകൾ പോലെ ദഹിക്കാൻ ഒരുപാട് ഊർജ്ജം ആവശ്യമായ ഭക്ഷണങ്ങൾ, ശരീരത്തിൽ കൊഴുപ്പ് കൂട്ടുന്ന മധുരം, പഞ്ചസാര എന്നിവയുടെയൊക്കെ അമിത ഉപയോഗം കാരണം ശരീരത്തിൽ അതിവേഗം ഫ്രീ റാഡിക്കലുകൾ കുമിഞ്ഞുകൂടുകയും അകാല വാർദ്ധക്യം, അതുമൂലമുള്ള പ്രശ്നങ്ങൾ, അകാല മരണം ഒക്കെ സംഭവിക്കാം. ചെറുപ്പക്കാരിലെ ഹൃദയസ്തംഭനം, ഡയബറ്റിസ് ഒക്കെ ഇന്ന് സാധാരണമാണ്. അതിലൊരു കാരണം ഇപ്പറഞ്ഞതൊക്കെയാണ്. അതുപോലെ പ്രായമാകുമ്പോൾ കോശങ്ങൾക്കുള്ളിലെ പാഴ്വസ്തുക്കളെ പുറന്തള്ളാനുള്ള ശരീരത്തിൻ്റെ കഴിവ് കുറഞ്ഞു വരും. തലച്ചോറിലെയും ഹൃദയത്തിലെയും കോശങ്ങളിൽ ഇത്തരം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് അവയവങ്ങളുടെ പരാജയത്തിന് കാരണമാകും.
നോക്കൂ, പ്രകൃതി സംരക്ഷിക്കുന്നത് ജീവിവർഗങ്ങളെയാണ്, വ്യക്തികളെയല്ല. ജീവിവർഗം നിലനിൽക്കണമെങ്കിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന ആ ഒരു സർക്കുലർ ഫിനോമിനൻ ഉണ്ടായേ പറ്റുള്ളൂ, ചാക്രികത. അതിന് സ്പെസിഫിക്കായ സമയക്രമവും വേണം. ചുരുക്കത്തിൽ, നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ മാറ്റി പുതിയവ നിർമ്മിക്കാനുള്ള ശരീരത്തിൻ്റെ ശേഷിക്ക് ഒരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിയുന്നതിനെയാണ് നമ്മൾ വാർദ്ധക്യമെന്നും മരണമെന്നും വിളിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയുസ്സ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ആ കാലയളവ് ഓരോ ജീവികളിലും വ്യത്യസ്തമാണ്. നായകൾക്ക് അത് പരമാവധി 15-20 വർഷമാണ്. നീലത്തിമിംഗലത്തിന് 500 വർഷമാണ്. ആനയ്ക്ക് 100 വർഷമാണ്. ശലഭങ്ങൾക്ക് ഏതാനും ദിവസങ്ങളോ മണിക്കൂറുകളോ ആണ്. മനുഷ്യന് പരമാവധി 100 വർഷമാണ്. ഇതെല്ലാം എങ്ങനെ തീരുമാനിക്കപ്പെട്ടു എന്നതിനുത്തരം തേടുമ്പോഴാണ് മനുഷ്യൻ ദാർശനികതയിലേക്കൊക്കെ പോയി പോകുന്നത്. മരണത്തെ തടയാൻ കഴിയില്ലെങ്കിലും ആയുസ് വർദ്ധിപ്പിക്കാൻ ഉള്ള ഗവേഷണങ്ങൾ, ഉദാഹരണത്തിന് ജീൻ എഡിറ്റിംഗ്, സിനോലിറ്റിക് ഡ്രഗ്സ്, അതൊക്കെ ശാസ്ത്രലോകത്ത് സജീവമായി നടക്കുന്നുണ്ട്. മരണത്തിന് ശേഷം ശരീരം കടന്നു പോകുന്ന ചില അവസ്ഥകളുണ്ട്. ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ താഴും. 37 ഡിഗ്രി ആണല്ലോ ശരീരത്തിൻ്റെ സാധാരണ ചൂട്. ഈ ചൂട് കുറഞ്ഞ് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ആകും. അതുപോലെ മസിലുകളിൽ സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് കാരണം പേശികൾ, മസിലൊക്കെ വലിഞ്ഞു മുറുകി സ്റ്റിഫാകും. മരണം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ ശരീരത്തിൽ മണിയനീച്ചകൾ മുട്ടയിടും. 3 ദിവസത്തിൽ ഈ മുട്ടകൾ വിരിഞ്ഞ് പുഴുക്കൾ പുറത്തു വരും. അസ്വാഭാവിക മരണങ്ങളിൽ ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ പുഴുക്കളുടെ പ്രായം നോക്കിയാണ് മരണസമയം കണക്കാക്കുന്നത്. അതുപോലെ കരളിലും മറ്റുമൊക്കെയുള്ള ദഹനരസങ്ങളുടെ അവസ്ഥ, കഴിച്ച ഭക്ഷണം എത്രത്തോളം ദഹിച്ചിരിക്കുന്നു, അവസാനം എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത് എന്നതൊക്കെയും മരണസമയം, മരണകാരണം ഒക്കെ കണക്കാക്കുന്നതിലെ പ്രധാന ഘടകങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു പോലീസ് സർജൻ്റെ മുൻപിൽ കിടക്കുന്ന മൃതദേഹത്തിന് അദ്ദേഹത്തോട് ഒരുപാട് പറയാനുണ്ട്. ഞാൻ എങ്ങനെ മരിച്ചു എന്ന് സമൂഹത്തോട് താങ്കൾ പറഞ്ഞു കൊടുക്കണം എന്ന് ആ മൃതദേഹം അദ്ദേഹത്തോട് അപേക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നല്ല ജീവിതശൈലിയിലൂടെയും മറ്റും സ്വാഭാവിക മരണത്തെ വൈകിപ്പിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും കഴിയും. ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആർക്കും ഭാരമാകാതെ അവസാന ശ്വാസം വരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്വപ്നവും നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്തും. പക്ഷേ മരണത്തെ തീർത്തും ഒഴിവാക്കുക, മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് അസാധ്യമാണ്, തീർത്തും അസാധ്യം. നമ്മുടെ അറിവിനും പുറത്തുള്ള, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ സയൻസിലുണ്ട്. അത് സയൻസിൻ്റെ പരിമിതിയല്ല, മനുഷ്യൻ്റെ പരിമിതിയാണ്. അതിലൊന്നാണ് ജീവനും മരണവും. മനുഷ്യൻ്റെ ആ പരിമിതിയെ ഉൾക്കൊള്ളുന്നതും അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നതുമാണ് ദാർശനികതയും ആത്മീയതയും. അപ്പോൾ മരണം പോലൊരു അത്യാഹിതം സംഭവിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഒരു ടേം ഇൻഷുറൻസ് എല്ലാവരും നിർബന്ധമായി എടുത്തിരിക്കേണ്ട ഒന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി 15% വരെ ഡിസ്കൗണ്ടോടെ ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വയ്ക്കുക. വർഷങ്ങളോളം അത് നൽകുന്ന സമാധാനവും സുരക്ഷയും ചെറുതല്ല എന്നോർക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതിയാകും. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.